റോസ്മേരി എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ ഗുണങ്ങൾ ഹെയർ ഗ്രോത്തിന് അതുപോലെ സ്കിന്നിനായാലും എത്രയധികം ഹെൽപ്പാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ റോസ്മേരിയിൽ അത് മെയിനായിട്ട് ഈ റോസ്മേരി ഹെയർ ഗ്രോത്തിന് ഹെൽപ്പ് ആവാനായിട്ടുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ അടങ്ങിയിരിക്കുന്ന ഈ പ്ലാന്റിൽ അടങ്ങിയിരിക്കുന്ന ചില കാര്യങ്ങളാണ്. അതിൽ കാർണോസിക് ആസിഡ് എന്ന് പറയുന്നുണ്ട്. അത് നമ്മുടെ നെർവ്സിനെയൊക്കെ റിവൈവ് ചെയ്യിപ്പിക്കും. അപ്പോൾ നമ്മുടെ ഈ ഫോളിക്കിൾസിൻ്റെ എൻഡ് ഭാഗമൊക്കെ ഉണ്ടല്ലോ, മുടി വളരുന്ന സ്ഥലം, അവിടുത്തെ ടിഷ്യൂവിനെയൊക്കെ റിവൈവ് ചെയ്യിപ്പിച്ചിട്ട് നമുക്ക് അതിന് മുടിയുടെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും. അതുപോലെ വേറൊരു ടൈപ്പ് ആസിഡ്, അസോളിക് ആസിഡ് എന്ന് പറയുന്നത് ഇത് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടും. നമ്മളെപ്പോഴും പറയില്ലേ ഹെഡ് നന്നായിട്ട് മസാജ് ചെയ്യണമെന്ന്. അപ്പോൾ ഇതൊക്കെ അതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി, ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് താരൻ അങ്ങനെയുള്ള കാര്യങ്ങൾ, മുടി തലയൊക്കെ നല്ല സ്കാൽപ്പ് നല്ല വൃത്തിയാക്കി നിർത്തും. അതായത് നമ്മൾ ഈ ഷാമ്പൂ ഇട്ട് കുറേ വാഷ് ചെയ്ത് കളയേണ്ട കാര്യമൊന്നുമില്ലാത്ത, അതുപോലെ ഡ്രൈനെസ് കുറയ്ക്കുക, അങ്ങനത്തെ ഒത്തിരി കാര്യങ്ങൾ. അപ്പോൾ ഈ പാക്കും അതുപോലെ ചില ഓയിൽസും നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയറിന് ഒത്തിരി നല്ലതാണ്. പിന്നെ ഞാനിതിൽ ആഡ് ചെയ്ത് കൊടുത്തത് ബനാന ആഡ് ചെയ്ത് കൊടുത്തു, ഉലുവ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ബനാന മെയിനായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഈ പല ഹെർബ്സ്, ഇപ്പോൾ ഈ ഉലുവ, പല റോസ്മേരി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മുടിക്ക് ഫ്രിസിനെസ് കൂട്ടും, സ്കാൽപ്പ് ഡ്രൈ ആവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ബനാന അല്ലെങ്കിൽ അവക്കാഡോ അങ്ങനെ പോലെയുള്ള ഏതെങ്കിലും ഫ്രൂട്ട്സ്. അതിൽ നാച്ചുറലായിട്ടുള്ള ഓയിലും അതുപോലെ അതിലൊത്തിരി പൊട്ടാസ്യം ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മുടിക്ക് നല്ലൊരു ഷൈനിങ്ങും സ്ട്രെങ്ത്തൊക്കെ കൊടുക്കും, മോയ്സ്ചറൈസ് ചെയ്ത് നിർത്തും അതിൽ ഈ പൊട്ടാസ്യം കാരണം. അപ്പോൾ അത് ചെയ്യാം. പിന്നെ നന്നായിട്ട് ഇത് അടിച്ചെടുക്കണം, അത് സോക്ക് ചെയ്ത് വെക്കണം കുറച്ച് വെള്ളത്തിൽ. ഞാനിത് വീട്ടിൽ എനിക്ക് യൂസ് ചെയ്യാനായിട്ടാണ്. അതുകൊണ്ട് ഞാൻ സാധാരണ നമ്മുടെ ടാപ്പ് വാട്ടറിൽ എല്ലാം കൂടി തലേദിവസം ഞാനിട്ട് റോസ്മേരിയും അതുപോലെ ബനാന, ഉലുവ, അങ്ങനത്തെ കാര്യം. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്ത് വേണമെങ്കിലും, ഇപ്പോൾ മുരിങ്ങയുടെ ഇലയുടെ പൗഡർ, നെല്ലിക്കയുടെ ഇലയുടെ പൗഡർ, എന്ത് വേണമെങ്കിലും നമ്മളിത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സോക്ക് ചെയ്തിട്ട് പിറ്റേ ദിവസം ഇത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇത് അരയ്ക്കുന്ന സമയത്ത് നമുക്ക് പൊടികൾ അപ്പോഴായാലും ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പൊടികൾ നമ്മൾ സോക്ക് ചെയ്ത് വെക്കണമെന്നില്ല. എന്തെങ്കിലും പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇത് നമ്മുടെ അലോവേരയുടെ ജെല്ല് നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് അതിൻ്റെ ബാക്കി സെഡിമെൻറ്റ് വരുമല്ലോ, അത് നമ്മൾ അരച്ച് വെച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഓൾറെഡി പ്രിസർവ്ഡ് ആണ് ഈ ജെല്ലെന്ന്, ഈ സാധനം. അപ്പോൾ ഇതിൽ നമുക്ക് ഇത് കുറച്ച് നാൾ അതുകൊണ്ടിരിക്കും, കാരണം ജെല്ല് ഓൾറെഡി പ്രിസർവ്ഡ് ആണ്. അപ്പോൾ നമ്മൾ ഇതിൽ പ്രിസർവേറ്റീവിൻ്റെ ഒരു അംശം ഉള്ളത് കൊണ്ട് നമ്മളിത് അരച്ചിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 3 ആഴ്ച 4 ആഴ്ചക്ക് 1 മാസം വരെയൊക്കെ ഇതൊരു കുഴപ്പമില്ലാതെ ഫ്രിഡ്ജിലിരിക്കും. അപ്പോൾ ഞാനിത് അരച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുളിക്കാൻ സമയത്ത് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ, ഓയിലുകൾ നമ്മൾ അപ്പം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതിൽ ഞാൻ ആഡ് ചെയ്ത് കൊടുത്ത ഓയിൽ എന്ന് പറയുന്നത് ഹബോബ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തു. അതുപോലെ തന്നെ വൈറ്റമിൻ ആഡ് ചെയ്ത് കൊടുത്തു. പിന്നെ അർഗൻ ഓയിൽ. ഇതൊക്കെ 3 ഡ്രോപ്പോ 4 ഡ്രോപ്പോ വീതം നമ്മൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അധികം ആഡ് ചെയ്യേണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഓയിൽ ആഡ് ചെയ്യും തോറും നമ്മൾ ഇത് ഷാമ്പു കൂടുതൽ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അത് അത്ര നല്ലതല്ല മുടിക്ക്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഉലുവയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതൊരു ക്ലെൻസിങ് പവറും കൊണ്ടുവരുന്ന ഒരു സാധനമാണ്. ഇനി ഡാൻഡ്രഫിൻ്റെ ശല്യമുള്ളവർക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ടീ ട്രീ ഓയിലും കൂടി, അതും ഈ പറഞ്ഞ പോലെ ആൻറ്റി മൈക്രോബിയലാണ്. അപ്പോൾ അതുകൊണ്ട് വളരെ ഇഫക്റ്റീവാണ്. പ്രത്യേകിച്ച് റോസ്മേരിയും കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട്. ഇനി റോസ്മേരിയുടെ ഡ്രൈഡ് അല്ല, നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള റോസ്മേരിയുടെ ലീഫ് കിട്ടുകയാണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് എസൻഷ്യൽ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബർഗമോണ്ടും ലൈലാക്കാണ് ആഡ് ചെയ്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോസ്മേരി എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല മണമുള്ള ഒരു എസൻഷ്യൽ ഓയിലോ ഫ്രാഗ്രൻസ് ഓയിലോ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ തലയിൽ നന്നായിട്ട് സ്കാൽപ്പിലും മുടിയിലും തേച്ച് പിടിപ്പിക്കുക. സ്കാൽപ്പിൽ നന്നായിട്ട് മസാജ് ചെയ്യണം. നര കുറയ്ക്കാനും അതുപോലെ തന്നെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ വെച്ചുകൊണ്ടിരിക്കണം. നന്നായിട്ട് മസാജ് ചെയ്യാനായിട്ട് മറക്കരുത്. എന്നിട്ട് നന്നായിട്ട് ചെറിയ ഷാമ്പൂ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതപ്പോൾ എപ്പോഴും ഈ പാക്കുകൾ ഉപയോഗിക്കുക. അത് അരച്ച് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ പിന്നെ നമുക്കത് എളുപ്പമായിരിക്കും. ഓയിലുകൾ മാത്രം തലയിൽ കുളുക്കെ തേക്കാതെ. വേറൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ.